നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള മാർട്ടിൻ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീക്കിലി മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് ചോദിച്ചു. സാറേ, എനിക്കൊരു ഈയിടെ എനിക്ക് എൻ്റെ രണ്ട് കൂട്ടുകാർ അവിടെ അടുത്തുള്ളത് തന്നെ. അവർ രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. അവർ രണ്ടുപേരും കൂടി ഒരു 2-3 മാസം കഴിയുമ്പോൾ ഒരു എക്സിബിഷൻ നടത്താൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയുള്ള പടങ്ങൾ വരയ്ക്കണം, ഏത് തീമിൽ വരയ്ക്കണം, അതൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആർട്ട് ലവേഴ്സിൻ്റെ മനസ്സിൽ ഈ ഒരു ഡൗട്ട് കിടപ്പുണ്ടായിരിക്കും. എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആർട്ട് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക? ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഒരു എംപ്റ്റി ലാൻഡ്, ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ഭൂപ്രദേശം, ഒരു ലാൻഡ് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചേ. നമ്മുടെ സമ്മറിമ്പത്തിലെയും സിനിമയിൽ പറയുന്ന പോലെ കൃഷിയൊന്നും ഇല്ലാത്തൊരു മൊട്ടക്കൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അതിൽ പതിയെ കിളച്ച് മറിച്ച് മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി, മണ്ണിൽ വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അതിൽ പതിയെ വിത്തുകൾ പാകുന്നൊന്ന് സങ്കല്പിച്ചേ. റെഗുലറായിട്ട് അതിന് വളവും വെള്ളവും സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സമയത്ത് പതിയെ ആ മണ്ണിൽ ചെറിയ ചെടികൾ ഉണ്ടാകുന്നതും ആ ചെറിയ ചെടികളിൽ നല്ല നല്ല മനോഹരമായിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് തരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതും ഗ്രാജുവലി ആ മുട്ടക്കുന്ന്, ഒരു ആർക്കും ഉപയോഗമില്ലാത്ത പ്രദേശം നല്ലൊരു പൂന്തോട്ടമായി മാറുന്നതും നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചേ. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ ഒരു ഗാർഡൻ അഥവാ ആ ഒരു പൂന്തോട്ടം പോലെയാണ് നമ്മുടെ എക്സിബിഷൻ. നല്ലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ബേസിക്സ് മുതലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഉണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ പൂന്തോട്ടത്തിലെ മനോഹരമായ ഓരോ പൂക്കളും പോലെ നമ്മുടെ ആർട്ട് വർക്കും അതിമനോഹരമായിരിക്കും. ആ ആർട്ട് വർക്ക് കാണുന്ന ഓഡിയൻസിന് അത് കൂടുതൽ ഇഷ്ടപ്പെടാനും അവരത് പർച്ചേസ് ചെയ്യാനും ഉള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ പൂന്തോട്ടത്തിലെ പൂക്കൾ ഞാൻ പറിച്ചെടുത്ത് ഒരുപാട് വേസ്റ്റുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ അതിൻ്റെ ചുറ്റുപാട് ഒട്ടും നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത, ഒരു ഭംഗിയില്ലാത്ത വൃത്തിയായിട്ടൊരു സ്ഥലത്താണെങ്കിലോ ആ പൂക്കൾ ആരൊക്കെയെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇനി നിങ്ങളുടെ എക്സിബിഷനെ കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ വെക്കുന്ന പെയിൻറ്റിങ്സ് അത് കറക്റ്റ് സ്ഥലത്ത് വെക്കണം, അത് കറക്റ്റായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. അത് കാണാനായിട്ട് അതിനെ പറ്റുന്ന കറക്റ്റ് ഓഡിയൻസിനെ എക്സിബിഷൻ ഹാളിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ കുറച്ചധികം എസെൻഷ്യൽ എലമെൻറ്റ്സ് നമുക്കൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാനുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സിബിഷൻ വിജയിക്കാതെ പോകാനുള്ള ചാൻസും ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സിബിഷൻ ഫ്രം സ്ക്രാച്ചിൽ നിന്നും നല്ലൊരു എക്സിബിഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യാം, ആ എക്സിബിഷൻ പ്രോപ്പറായിട്ട് ആ മണ്ണിൽ വിത്ത് പാകി വളമിട്ട് വെള്ളമൊഴിച്ച് ആ ചെടി വളർന്ന് അതിൽ പൂക്കൾ ഉണ്ടാകുന്ന പോലെ അത് പ്രോപ്പറായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ടു എൻഡ് എങ്ങനെ കണ്ടക്ട് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് വളരെ ബേസിക്സ് മുതലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ട കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. ഫോർ എ സക്സസ്ഫുൾ എക്സിബിഷൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട നമ്പർ 1 പോയിന്റ് വെന്യൂ സെലക്ഷൻ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണെങ്കിൽ പോലും ആ പൂക്കൾ എവിടെ വയ്ക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര നല്ല ആർട്ട് വർക്ക് ചെയ്താലും അത് എവിടെയാണ് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത്, ആ ഒരു വെന്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെന്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എക്സിബിഷനൊക്കെ പ്ലാൻ ചെയ്യുന്നതിൽ ഏറ്റവും ആദ്യം ഈ വെന്യൂ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ അറേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ പെയിൻറ്റിങ്സ് ആ വെന്യൂവിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അത് കേടുകൂടാതെ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ലെവലിലുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് ദൂരെയുള്ള എക്സിബിഷൻ വെന്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വണ്ടിയൊക്കെ പിടിച്ച് അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആർട്ട് വർക്കിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഫ്രെയിം ഇട്ടുള്ള പെയിൻറ്റിങ്സ് ആവുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ വെന്യൂ പ്രോപ്പർലി സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, എൻ്റെ അവിടെ വിത്തൗട്ട് എനി പ്രൊമോഷൻ ആൾക്കാർ വരാൻ ചാൻസ് ഉള്ള വെന്യൂ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് അല്ലേ. നോർമലി കേരളത്തിൽ ലളിതകലാ അക്കാദമി പോലുള്ള സ്ഥലങ്ങളുണ്ട്. കാലിക്കറ്റ്, തൃശ്ശൂർ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കേരള ലളിതകലാ അക്കാദമി ഉണ്ട്.
അവിടുത്തെ എക്സിബിഷൻ്റെ സ്പെഷ്യാലിറ്റി വിത്തൗട്ട് എനി പ്രൊമോഷൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത്തരം വെന്യൂവിലോട്ട് എക്സിബിഷൻ റെഗുലർലി കാണാൻ വരാറുണ്ട്. അത്തരത്തിൽ വെന്യൂസിൽ ഭൂരിഭാഗം എല്ലാ ടൈമിലും ഓരോ ആർട്ടിസ്റ്റുകളുടെ എക്സിബിഷൻ നടക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു വെന്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ എപ്പോഴും വരുന്ന, നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നല്ലൊരു വെന്യൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തലവേദനകൾ അതുവഴി കുറഞ്ഞു കിട്ടും. ആ വെന്യൂവിൽ നിങ്ങളുടെ ആർട്ട് വർക്ക്സിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ആർട്ട് വർക്ക്സിൻ്റെ എണ്ണം നോക്കിയിട്ട് അതെല്ലാം പ്രദർശിപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വരുന്ന ആൾക്കാർക്ക് ആ റോഡ് അല്ലെങ്കിൽ ആ വെന്യൂവിൻ്റെ സ്പേസ് ആക്സസിബിൾ ആണ്, അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുമെന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പാർക്കിംഗ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സെക്കൻഡ് പോയിന്റ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് വെന്യൂ സെലക്ഷൻ ആണ്. സെക്കൻഡ് പോയിന്റ്, തീം സെലക്ഷൻ. തീം സെലക്ഷൻ എന്താണ്? തീം സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ച റാൻഡം ആയിട്ടുള്ള ആർട്ട് വർക്ക്സിൻ്റെ കളക്ഷനും എക്സിബിഷനും വെക്കാം, അല്ലെങ്കിൽ ഒരു തീമിൻ്റെ ബേസിൽ വരയ്ക്കുന്ന ചിത്രങ്ങളും എക്സിബിഷന് വെക്കാൻ പറ്റും. ഒരു തീമിൻ്റെ ബേസിൽ ചിത്രങ്ങൾ എക്സിബിഷന് വെച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സിബിഷൻ കാണുന്ന ആൾക്കാർ അതിൽ വെച്ചിരിക്കുന്ന ഓരോ ചിത്രവും അവർ ഓർത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നൊരു എക്സിബിഷൻ അത് തൃശ്ശൂർ ലളിതകല അക്കാദമിയിലായിരുന്നു. അത് വരച്ചതൊരു ഡോക്ടറായിരുന്നു, ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് വലിയ ക്യാൻവാസിൽ വരച്ച അക്രിലിക് പെയിൻറ്റിങ്സ് ആണ്. പക്ഷേ അതിലെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെടികളുടെ ഇടയിലൂടെ സൂര്യപ്രകാശം കാണുമ്പോൾ ഒന്ന് ബ്ലറായിട്ട് കാണുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? ബൊക്കെ എഫക്റ്റ് കാണാൻ പറ്റും. റൗണ്ട് സർക്കിൾ പോലെ ഗ്രീൻ ചെടികളിലെ ലീഫ് റൗണ്ട് സർക്കിൾ ഡിഫറെൻറ്റ് ഗ്രീൻ കളറിലും അതിൻ്റെ അകത്തൂടെ വരുന്ന സൂര്യപ്രകാശം ഒരു സർക്കിൾ പോലെ വൈറ്റ് കളറിലും കാണാൻ പറ്റും. അത്തരത്തിൽ കാണുന്ന ഒരു കാഴ്ചകളായിരുന്നു ആ ആർട്ടിസ്റ്റ്, ആ ഡോക്ടർ, അദ്ദേഹം ആ പെയിൻറ്റിങ് എക്സിബിഷന് വെച്ചത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ജീവിതത്തിൽ കാണാൻ പോയ ഫസ്റ്റ് ആർട്ട് എക്സിബിഷൻ അതായിരുന്നു. അതിൽ ഓരോ ചിത്രങ്ങളും എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. കാരണം അതാരും അങ്ങനെ പെട്ടെന്ന് ക്യാൻവാസിലേക്ക് പകർത്താത്തൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെടികൾ കാണുന്നുണ്ട്, മരങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ മരങ്ങളുടെ ഇടയിലൂടെ സൂര്യപ്രകാശം വീഴുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ച, അത് ഡിഫറെൻറ്റ് ചെടികൾ, ഡിഫറെൻറ്റ് മരങ്ങൾ, അപ്പോൾ ഇലകളുടെ ഷേപ്പ് ഡിഫറൻസ്, ഇലകളുടെ കളർ ഡിഫറൻസ്, സൂര്യപ്രകാശത്തിൻ്റെ കളർ ഡിഫറൻസ്, അദ്ദേഹം ഇതെല്ലാം കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് പെയിൻറ്റിംഗ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒരു തീമിൻ്റെ ബേസിൽ വന്നത് കാരണം എനിക്കത് വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ചില സ്പെസിഫിക് റെലവൻ്റ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നിൽക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ എക്സിബിഷൻസ് ചെയ്യാറുണ്ട്. നോർമലി കുറച്ചും കൂടി നിങ്ങൾ കുറെ കൂടി പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആർട്ട് സ്റ്റൈൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ തീമിൻ്റെ ബേസിൽ, ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റൈലിൻ്റെ ബേസിൽ നിങ്ങൾ എക്സിബിഷൻ ചെയ്യുകയാണെങ്കിൽ കാണുന്ന ഓഡിയൻസിന് അത് പെട്ടെന്ന് കണക്ട് ചെയ്യാനും അത് പെട്ടെന്ന് അവർക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ പോയിന്റ് പറയുമ്പോഴും ഡിഫറെൻറ്റ് ആർട്ട് വർക്ക്സ് എക്സിബിഷന് വെക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരു തീമാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. നമുക്കത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്തിൻ്റെ ബേസിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇനി എന്തൊക്കെ തീമിലാണ് ആർട്ട് വർക്കുകൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ടൈപ്പ് ആർട്ട് വർക്ക്സ് ആണ് എക്സിബിഷന് വെക്കാനായിട്ട് സാധിക്കുക, ഏത് സൈസിൽ ചെയ്യണം, ഏത് മീഡിയത്തിൽ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്യാം. ഓരോ എക്സിബിഷൻ എന്ന് പറയുന്നത് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പേഴ്സണൽ റിഫ്ലക്ഷനും കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അതിൽ കമൻറ്റ് പറയാനായിട്ട് വേറൊരു ആർട്ടിസ്റ്റിനോ വേറൊരു അധ്യാപകനോ ശരിക്കും സ്പേസ് ഇല്ല. നിങ്ങളുടെ പേഴ്സണലാണ് നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ആർട്ട് വർക്ക്സും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്യാം, ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ വരയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയം ചൂസ് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങളുടേതായിട്ട് മാറുള്ളൂ. വേറെ ആരെങ്കിലും പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങൾക്ക് പറ്റാത്ത തീം ചൂസ് ചെയ്യാനോ, നിങ്ങൾക്ക് പറ്റാത്ത മീഡിയത്തിൽ വരയ്ക്കാനോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത സൈസിൽ എക്സിബിഷൻ പെയിൻറ്റിങ് ചെയ്യാനോ പോയി കഴിഞ്ഞാൽ നമുക്കതിൽ റിസൾട്ട് ഉണ്ടാവില്ല. സോ നിങ്ങളുടെ ടാലൻറ്റ് എവിടെയാണോ, നിങ്ങളുടെ സ്കിൽ എവിടെയാണോ ഉള്ളത്, അതിൽ എക്സിബിഷൻ ചെയ്യുക. എക്സിബിഷൻ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? പ്രശ്നമല്ല, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കൂടിയാണ്. നിങ്ങളുടെ എക്സിബിഷന് നിങ്ങളൊരു 10 പെയിൻറ്റിങ് വെച്ചെന്ന് വിചാരിച്ചോ, 10 ആർട്ട് വർക്ക് വെച്ചെന്ന് വിചാരിച്ചോ, നിങ്ങൾ ചെയ്യുന്ന 10 ആർട്ട് വർക്കിൻ്റെ പേരിലായിരിക്കും സമൂഹം നിങ്ങൾ എത്രത്തോളം നല്ല ആർട്ടിസ്റ്റാണെന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ അതിനൊക്കെ മുമ്പ് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ എക്സിബിഷൻ വെച്ചിട്ടില്ല. എക്സിബിഷൻ നിങ്ങൾ എന്താണോ വയ്ക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും ആൾക്കാർ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിനുവേണ്ടി മണിക്കൂറുകൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും,
അത് കാണുന്നവരുടെ കൺസേൺ അല്ല. അവർ കാണുമ്പോൾ ആ ഫ്രെയിമിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത്, അതിനാണ് കാണുന്നവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. സോ അതിൽ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കില്ല് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള തീം ചൂസ് ചെയ്യുക, സൈസ് ചൂസ് ചെയ്യുക, മീഡിയം യൂസ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ സ്കില്ലിൻ്റെ മാക്സിമം ആ ക്യാൻവാസ് അല്ലെങ്കിൽ പേപ്പറിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി പെയിൻറ്റിങ് മാത്രമാണോ എക്സിബിഷൻ വെക്കാനായിട്ട് സാധിക്കുക? അല്ല. നിങ്ങളുടെ ഏത് സ്കില്ല് വേണമെങ്കിലും, ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, സ്കൾപ്ചറിങ് ശില്പങ്ങൾ എക്സിബിഷൻ വെക്കുന്നവരുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന സ്കിൽസ്, ഡിഫറെൻ്റ് ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെല്ലാം എക്സിബിഷൻ നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും. അതിൽ ആ വെന്യൂ തരുന്നവർ അതിനും കൂടി പെർമിഷൻ തരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി എത്ര പെയിൻറ്റിങ്സ് വെക്കണം? അതിന് നോർമലി ചില ഗാലറീസ് അവർ ലിമിറ്റ് പറയാറുണ്ട്, ഇത്ര പെയിൻറ്റിങ്സ്, അതിൻ്റെ സ്പേസൊക്കെ അനുസരിച്ച് ഇത്ര പെയിൻറ്റിങ്സ് മാത്രമേ വെക്കുകയുള്ളൂ. സോ ഇതെല്ലാം നിങ്ങൾ ആ ഗാലറി ഓണറുമായിട്ട് അല്ലെങ്കിൽ ഗാലറിയുടെ അധികാരികളുമായിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. ഒരു നല്ലൊരു എക്സിബിഷന് മിനിമം ഇത്ര പെയിൻറ്റിങ്സ് വേണമെന്നോ മാക്സിമം എത്ര പെയിൻറ്റിങ്സ് വെക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഗ്രൗണ്ട് റൂൾസ് ഒന്നുമില്ല. പക്ഷേ ഒരു റൂൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ അവിടെ വെക്കുന്ന എക്സിബിഷന് വെക്കുന്ന ആർട്ട് വർക്ക്സുകൾ അത് നിങ്ങളുടെ ലൈഫ് ടൈമിലെ ബെസ്റ്റ് ആർട്ട് വർക്ക് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സിബിഷൻ വളരെ സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട പോയിൻ്റാണ് മൂന്നാമത്തെ പോയിൻ്റ്. തേർഡ് പോയിൻ്റ്, മാർക്കറ്റിംഗ്. നിങ്ങൾ ആ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് വെന്യൂ സെലക്ട് ചെയ്യുന്നു, തീം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ആ എക്സിബിഷൻ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം. കാരണം ഒരു എക്സിബിഷനിൽ ഏറ്റവും ആദ്യത്തെ സെയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക നമ്മൾ അറിയുന്ന വ്യക്തികൾ ആ എക്സിബിഷൻ കാണാൻ വരുമ്പോഴാണ്. ഞാനൊരു എക്സിബിഷൻ ചെയ്ത സമയത്ത് അതിൻ്റെ ആദ്യത്തെ സെയിൽസ് ഭൂരിഭാഗം കിട്ടിയത് എന്നെ അറിയുന്ന വ്യക്തികളിൽ നിന്നുമാണ്. അവർക്ക് ആ വ്യക്തികൾക്ക് നമ്മളെന്ന ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ നമ്മുടെ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ ആർട്ട് വർക്ക്സ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്റ്റാർട്ടിങ് മുതലേ നമ്മുടെ എക്സിബിഷൻ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം. പണ്ടൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്ക്സ്, എക്സിബിഷന് വെക്കുന്ന ആർട്ട് വർക്ക്സ് അതാരും കാണിക്കരുത്, അത് എക്സിബിഷന് വരുമ്പോൾ മാത്രമേ ആൾക്കാർ കാണാൻ പാടുള്ളൂ എന്നുള്ളത്. അത് പഴയ സ്ട്രാറ്റജിയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിബിഷന് വെക്കുന്ന ആർട്ട് വർക്ക്സിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് പിക്ചേഴ്സ്, അതിൻ്റെ മേക്കിംഗ്, ബിഹൈൻഡ് ദ സീൻ വീഡിയോസൊക്കെ നമുക്ക് റീലായിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കാണെങ്കിൽ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യാനും ആ പോസ്റ്റിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അങ്ങനെ എക്സിബിഷന് വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ പെയിൻറ്റിങ്സ് ഉപയോഗിച്ച് ഓൺലൈനിലൂടെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും എക്സിബിഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസിനെ എക്സിബിഷനിലോട്ട് ക്ഷണിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ പണ്ടത്തെ സ്ട്രാറ്റജി അത് പഴയ സ്ട്രാറ്റജിയാണ്. എക്സിബിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ ഒരാൾ നമ്മൾ വരച്ച പെയിൻറ്റിങ്സ് കാണുകയുള്ളൂ. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയത്ത് ആ ടെക്നോളജി നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. എക്സിബിഷൻ്റെ ദിവസം ആ പെയിൻറ്റിങ്സ് നേരിട്ട് കാണാൻ ഒരുപാട് പേര് ആ വെന്യൂവിലോട്ട് എത്താനും ആ എക്സിബിഷൻ ഗ്രാൻഡ് സക്സസ് ആക്കി മാറ്റാനും നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു തീം സെലക്ട് ചെയ്യുക, നല്ലൊരു വെന്യൂ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ പെയിൻറ്റിങ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ എക്സിബിഷൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അത് മാർക്കറ്റിംഗ് ചെയ്ത് കൂടുതൽ ഓഡിയൻസിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. നോർമലി എക്സിബിഷൻ്റെ സമയം എത്തുന്ന സമയത്ത് 1 or 2 months മുൻപേ എക്സിബിഷൻ അനൗൺസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അവരുടെ ഡേറ്റ് ആൻഡ് ടൈമൊക്കെ നേരത്തെ ലോക്ക് ചെയ്ത് വെച്ച് എക്സിബിഷൻ വെന്യൂലോട്ട് വന്ന് നിങ്ങളുടെ പെയിൻറ്റിങ്സ് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അത് നോർമലി കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവർ പത്രസമ്മേളനം നടത്താറുണ്ട്. അപ്പോൾ പത്രങ്ങളെ സമീപിച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഏത് വെന്യൂവിൽ വെച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തേണ്ടത്. അപ്പോൾ അത്തരത്തിൽ അവർ ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അത്തരത്തിൽ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ അത് ന്യൂസ് പേപ്പറിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ നല്ലൊരു തീമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ആ സമയത്ത് സൊസൈറ്റിയിൽ റെലവൻ്റ് ആയിട്ടുള്ള നല്ലൊരു തീമാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് എക്സിബിഷൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. സോ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ന്യൂസ് ആൻഡ് അതർ മീഡിയാസ് ഇതുവഴിയും നമ്മുടെ എക്സിബിഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4ാമത്തെ പോയിൻ്റ്, വിച്ച് ഈസ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഈ എക്സിബിഷൻ ചെയ്യുന്ന പ്രോസസ്സിൽ ഇറ്റ്സ് ഇൻവോൾവ്സ് എമൗണ്ട്, പൈസ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കാരണം നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ട് വർക്ക് ഡ്രോയിങ് ആണെങ്കിൽ ഡ്രോയിങ്,
ആ മെറ്റീരിയൽസിന് പൈസ വരുന്നുണ്ട് അല്ലേ, അത് പൈസ കൊടുത്തിട്ടാണ് വാങ്ങാനായിട്ട് കിട്ടുള്ളൂ. അതിനിടുന്ന ഫ്രെയിമിന് പൈസ വരുന്നുണ്ട്. എക്സിബിഷൻ ഹാൾസ് മിക്കവാറും നമ്മുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട്, ഒരു റെൻറ്റ് പോലെ ഒരു എമൗണ്ട് വാങ്ങാറുണ്ട്. പിന്നെ പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ പൈസ വരും, നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈസ വരും. സോ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്. സോ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എക്സിബിഷൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ സമയത്തും ഒരുപാട് എമൗണ്ട് ഇറങ്ങിപ്പോവും. അവസാനം എക്സിബിഷൻ കഴിയുന്ന സമയത്ത് അത് നഷ്ടത്തിലായിട്ട് മാറും. സോ നിങ്ങൾ എപ്പോഴും ആ പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ പിശുക്ക് ചിലവാക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ എമൗണ്ടും ചിലവാക്കുക. എൻ്റെ ആദ്യത്തെ എക്സിബിഷനിൽ എനിക്ക് ഇത്തരത്തിൽ ആരും പറഞ്ഞു തരാനില്ലാത്ത കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ട് ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളാരും, ഈ വീഡിയോ കാണുന്ന ബിഗിനർ ആർട്ടിസ്റ്റുകളാരും, നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ തവണ ഒരു എക്സ്പീരിയൻസ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ അടുത്ത തവണ ബെറ്റർ ആക്കാമെന്നൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ സ്വാഭാവികമായിട്ട് ആർക്കും പറ്റും. പക്ഷേ ഫസ്റ്റ് ടൈം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എക്സ്പെൻസസ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഇൻകത്തിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊണ്ടുവരണം. കാരണം ഒരുപാട് പേര് ഒരു എക്സിബിഷനൊക്കെ നടത്തി പെയിൻറ്റിങ് ലക്ഷങ്ങൾക്ക് വിൽക്കാം എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഒരുപാട് മാസങ്ങൾ എക്സിബിഷന് വേണ്ടി മാത്രം മാറ്റിവെച്ച് ഒരുപാട് ഫൈനാൻഷ്യൽ സ്ട്രഗിളിലോട്ട് പോയിട്ട് എക്സിബിഷൻ ചെയ്യുന്നവരുണ്ട്. ഒരു ആർട്ട് വർക്ക്സിൻ്റെ സെയിൽ, പ്രത്യേകിച്ച് എക്സിബിഷനിൽ ഒരു ആർട്ട് വർക്ക് സെല്ല് ചെയ്ത് പൈസ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണ്. മാർക്ക് മൈ വേർഡ്സ്. ഒരു എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത്, ഒരു എക്സിബിഷനിലൂടെ നിങ്ങളുടെ ആർട്ട് വർക്ക് സെല്ല് ചെയ്ത് അതിലൂടെ ഒരു വരുമാനം നേടുക എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയാണ്. അതിൻ്റെ ഇൻകം പ്രഡിക്റ്റബിൾ അല്ല. അത് ചിലപ്പോൾ ലോട്ടറി അടിക്കാതിരിക്കാം, പെയിൻറ്റിങ് സെല്ല് ചെയ്യപ്പെടാതിരിക്കാം. അപ്പോൾ ഇത് പ്രഡിക്റ്റബിൾ ഇൻകം അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് എക്സ്പെൻസസ് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് മോണിറ്റർ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ എക്സിബിഷൻ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ കണ്ടുപിടിച്ചാൽ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ എക്സിബിഷൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് ഫോട്ടോസ്, വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും അതുമായിട്ട് എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ പെയിൻറ്റിങ്സ് വേണമെന്ന് ചോദിക്കുക. അതിൻ്റെ സെയിൽസ് എക്സിബിഷന് ഒരുപാട് നേരം മുമ്പേ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അൺപ്രഡിക്റ്റബിൾ ഇൻകം എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് കമ്മീഷൻ ആർട്ട് വർക്കും എക്സിബിഷൻ ചെയ്ത് പൈസയും ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഡിഫറൻസ്. കമ്മീഷൻ ആർട്ട് വർക്ക് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിച്ചോ. നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്. എക്സിബിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ കുറേ മാസങ്ങൾ സ്പെൻഡ് ചെയ്ത് നമ്പർ ഓഫ് പെയിൻറ്റിങ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് എക്സിബിഷന് വെക്കുന്നു. അത് കാണാൻ വരുന്ന ഒരു പേഴ്സൺ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പെയിൻറ്റിങ് അവർ പൈസ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഇതാണ് എക്സിബിഷൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഷെൽഫ് ലൈഫ് കാരണം അദ്ദേഹം ആ പെയിൻറ്റിങ് പർച്ചേസ് ചെയ്യുന്ന സമയം വരെ ആ പെയിൻറ്റിങ് ഷെൽഫിൽ ഇരിക്കുകയാണ്, അല്ലേ, നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. സോ അത്ര ടൈം നമ്മുടെ ആ ഒരു എമൗണ്ട് അവിടെ ലോക്കായി പോവുക ചെയ്യുന്നത് അദ്ദേഹം വാങ്ങുന്നത് വരെ. ഇനി എക്സിബിഷൻ കഴിഞ്ഞിട്ട് ആ പെയിൻറ്റിങ് വിറ്റുപോയില്ലെങ്കിലോ അത് വീണ്ടും ഷെൽഫിലോട്ട് തിരിച്ചു കയറാണ്. അപ്പോൾ ഷെൽഫ് ലൈഫ് അത് എക്സിബിഷൻ്റെ കാര്യത്തിൽ വളരെ കൂടുതലായിരിക്കും. പക്ഷേ കമ്മീഷൻ വർക്കിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഒരാൾ കമ്മീഷൻ വർക്ക് ചെയ്യാനായിട്ട് വരികയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ് നമ്മുടെ അടുത്ത് പറയുന്നു, ഇത്തരത്തിലൊരു പെയിൻറ്റിംഗ് ആണ് എനിക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് വാങ്ങുന്നു. അതിനുശേഷം നമ്മൾ ആർട്ട് വർക്ക് ചെയ്യുന്നു. എപ്പോഴാണോ ആർട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ആർട്ട് വർക്ക് അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ കമ്മീഷൻ വർക്കിൻ്റെ കാര്യത്തിൽ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ കമ്പയർ ടു എക്സിബിഷൻ കമ്മീഷൻ വർക്ക് ബെറ്ററാണ് നമ്മൾ പറയുന്നത്. കമ്മീഷൻ വർക്ക് എന്താണെന്ന്, കമ്മീഷൻ വർക്കിൻ്റെ സിമ്പിൾ മീനിങ് ഇതാണ്: നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നു, അതിലൂടെ ഒരു എമൗണ്ട് സമ്പാദിക്കുന്നു. ഒരാളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി ഒരു വർക്ക് ചെയ്തു കൊടുക്കുന്നു, അതിലൂടെ ഒരു എമൗണ്ട് നമ്മൾ സമ്പാദിക്കണം. അതാണ് കമ്മീഷനായിട്ട് ഒരു എമൗണ്ട് നമ്മൾ വാങ്ങുന്നു. അത് അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നവരുണ്ട്, വർക്ക് കഴിഞ്ഞ് വാങ്ങിക്കുന്നവരുണ്ട്. ഈതർ വേ ഇറ്റ്സ് എ കമ്മീഷൻ. സോ കമ്മീഷൻ വർക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആർട്ട് വർക്ക്സിന് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. ഷെൽഫിൽ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പൂർത്തിയാക്കി അപ്പം തന്നെ നമുക്കതിൻ്റെ എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ നേരത്തെ അതിൻ്റെ അഡ്വാൻസ് എമൗണ്ട് കിട്ടും. സോ അത്
ഒരു അൺപ്രഡിക്റ്റബിൾ ഇൻകം അല്ല. നമുക്ക് ആ പൈസ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അത്തരത്തിലുള്ള വർക്കേ നമ്മൾ കമ്മിറ്റ് ചെയ്യുള്ളൂ. പക്ഷേ എക്സിബിഷൻ്റെ കാര്യത്തിൽ അത്തരത്തിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞ ഫൈനാൻഷ്യൽ പ്ലാനിങ്, പൈസ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വേണം. കൂടാതെ ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് എക്സിബിഷന് പോകാതിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് ബിഗിനർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് എക്സിബിഷനെ സമീപിക്കാതിരിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് എക്സിബിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം മുന്നോട്ട് വളരാനുള്ള പൈസയേക്കാൾ കൂടുതൽ മൂല്യമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. 5ാമത്തെ പോയിന്റ്, കൊളാബറേഷൻ. ഫസ്റ്റ് നിങ്ങളൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡ് ടു ഡു എ ഗ്രൂപ്പ് എക്സിബിഷൻ. കാരണം ഗ്രൂപ്പ് എക്സിബിഷൻ ആവുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ഡിവൈഡ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻറ്റിങ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ പ്രോഫിറ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. സിംഗിൾ എക്സിബിഷൻ ചെയ്യുന്നേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കൂടാതെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് കാരണം ഓരോരുത്തരുടെ ഇൻപുട്ട് അതിൽ കൂടുതൽ കിട്ടും. നിങ്ങളുടെ എക്സിബിഷൻ നിങ്ങൾ വിചാരിക്കണേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എക്സിബിഷൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, മാർക്കറ്റിംഗ് ചെയ്യുന്നു, നിങ്ങളുടെ എക്സിബിഷൻ കാണാനായിട്ട് 10 പേര് വന്നു എന്ന് വിചാരിച്ചോ. പക്ഷേ നിങ്ങൾ 10 പേരുടെ ഒരു ഗ്രൂപ്പ് എക്സിബിഷൻ ആണെങ്കിൽ ആ 10 ആർട്ടിസ്റ്റുകൾക്കും 10 ഫ്രണ്ട്സ് ഉണ്ട് ആർട്ട് റിലേറ്റഡ്. അവർ എക്സിബിഷൻ വരാണെങ്കിൽ ടോട്ടൽ 100 പേര് ആ എക്സിബിഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഗ്രൂപ്പ് എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യുക. ഗ്രൂപ്പ് എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആരുമായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യുന്നത് അവർ ട്രസ്റ്റബിൾ പേഴ്സൺസ് ആയിരിക്കണം. കാരണം ഇതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് അറിയുന്ന ഒരു ആർട്ടിസ്റ്റിനെ വേണം നമ്മളായിട്ട് ചേർത്ത് നിർത്താനായിട്ട്. ഈഗോ ഉള്ള, നമ്മൾ വളരണ്ട എന്നുള്ള ഈഗോ ഉള്ള, നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്ന, നമ്മളെ ചതിക്കാൻ ചാൻസ് ഉള്ള ആരെങ്കിലുമായിട്ട് നിങ്ങൾ എക്സിബിഷന് കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ വന്ന പിന്നെയാണ് എനിക്ക് അതൊന്നും കരകയറണം, നല്ലൊരു ആർട്ടിസ്റ്റായി മാറണമെന്നുള്ള ഒരു വാശി വന്നത്. അവിടെ നിന്നാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കരിയർ ഞാൻ ബിൽഡ് ചെയ്തത്. അപ്പോൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക, എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല മനുഷ്യന്മാരൊന്നും അല്ല. എല്ലാവർക്കും നമ്മൾ വളർന്ന് കാണണം എന്നുള്ള ചിന്തയുമില്ല. കുറച്ച് പേർക്കെങ്കിലും നമ്മൾ വളരുന്നതിൽ അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ളവരെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അവരുമായിട്ടുള്ള കൊളാബറേഷന് നിങ്ങൾ പോവാതിരിക്കുക. 6ാമത്തെ പോയിന്റ്, പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ്. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. സോ ഒരു സ്വപ്ന ലോകത്ത് നിന്ന് നിങ്ങൾ എക്സിബിഷൻ പ്ലാൻ ചെയ്യരുത്. ഞാനത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ സ്വപ്ന ലോകത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ അസ്യൂം ചെയ്ത്, ഓരോ കാര്യങ്ങൾ സ്വപ്നം കണ്ട് എക്സിബിഷന് പങ്കെടുക്കരുത്. കാരണം അവിടെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ റിയാലിറ്റീസ് സംഭവിക്കും. സോ പ്രാക്ടിക്കൽ ഡീറ്റെയിൽസിൽ ഫോക്കസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും വളരെ ലോജിക്കലായിട്ട്, ഇമോഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുക. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അറ്റ് ദ ഡേ ഓഫ് എക്സിബിഷൻ്റെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ഇനോഗ്രേഷൻ ഉണ്ടെങ്കിൽ നിലവിളക്ക്, ചെറിയൊരു സ്റ്റേജ്, ആ സ്റ്റേജിൽ മൈക്ക്, സൗണ്ട് സിസ്റ്റംസ്, ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള ചെയർ, അവർക്ക് റിഫ്രഷ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും ടീ ഓർ കോഫി അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ്, പിന്നെ ഈ പറയുന്ന പോലെ അവർക്ക് കൊടുക്കാനുള്ള നോട്ടീസ്, നിങ്ങളുടെ ബിസിനസ് കാർഡുകൾ, നിങ്ങളുടെ പ്രൊമോഷൻ മെറ്റീരിയൽസ്, എക്സിബിഷൻ്റെ പുറത്ത് തൂക്കുന്ന ബാനേഴ്സ്. അപ്പം അങ്ങനെ നിങ്ങളിത് പ്രാക്ടിക്കലായിട്ട് അന്നത്തെ ദിവസം വളരെ പ്രാക്ടിക്കലായിട്ട് മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇത് 1 by 1 ആയിട്ട് ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കൊളാബറേഷൻ ചെയ്യുന്ന ഒരു എക്സിബിഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഒപ്പം കൊളാബറേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഈ പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവരുടെ ഔട്ട്പുട്ട് ഒരുപാട് കിട്ടും. എങ്ങനെയാണ് ആ ഇനോഗ്രേഷൻ ചെയ്യേണ്ടത്, ഇനോഗ്രേഷനും എൻഡിങ്ങും എങ്ങനെയായിരിക്കണം, ഓരോ സെല്ല് ചെയ്യുമ്പോഴും ഒരാൾ വന്നിട്ട് നമ്മുടെ എക്സിബിഷൻ്റെ പ്രൈസ് ചോദിക്കുകയാണ്, വില ചോദിക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ റേറ്റ് എങ്ങനെ പറയും, അതിൻ്റെ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ റേറ്റ് എങ്ങനെ നേരത്തെ തീരുമാനിച്ച് വയ്ക്കും, ആൻഡ് വില പറഞ്ഞ് അദ്ദേഹം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കും, അത് അപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുത്തയക്കുകയോ അതോ അത് ജസ്റ്റ് പാക്ക് ചെയ്ത് എക്സിബിഷൻ തീരുന്നവരെ വെച്ച് എക്സിബിഷന് ശേഷമാണോ കൊടുക്കാൻ പോകുന്നത്,
ഫ്രെയിം ഇട്ടിട്ടാണ് കൊടുക്കാൻ പോകുന്നത്, അത് അദ്ദേഹത്തിന് കൊറിയർ അയക്കുകയാണ് ചെയ്യുന്നത്? ഒരുപാട് പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലേ. അപ്പോൾ എക്സിബിഷന് വരാൻ ചാൻസ് ഉള്ള ഓരോ സംഗതികളും ഓരോ സിറ്റുവേഷൻസും 1 by 1 ആയിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു കഥ എഴുതുന്നത് പോലെ എഴുതി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എക്സിബിഷൻ്റെ ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് എക്സിബിഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. അതിൽ ചെറിയ കുഞ്ഞു ഡീറ്റെയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ എക്സിബിഷന് വരുന്നവർക്ക് ഒരു സ്വീറ്റ് കൊടുക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ എക്സിബിഷനിൽ വരുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ ഓരോ പെയിൻറ്റിങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ എക്സിബിഷനിൽ വരുന്നവരുടെ ഫീഡ്ബാക്ക് ഒരു ഫീഡ്ബാക്ക് ബുക്ക് വെച്ച് അതിൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു സെൽഫി പോയിൻ്റ് പോലെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനൊക്കെ വെച്ച് ഒരു ഫോണൊക്കെ വെച്ച് അവരുടെ ഫീഡ്ബാക്ക് ഒരു വീഡിയോ ആയിട്ട് കളക്ട് ചെയ്യുന്നില്ലായിരിക്കും. നിങ്ങൾക്ക് അതിൽ സക്സസ് ആകാനുള്ള ഓരോ എലമെൻറ്റും നിങ്ങൾ ആലോചിക്കുക, ഓരോ എലമെൻറ്റും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതെല്ലാം നല്ല എലമെൻറ്റ്സ് ആണെങ്കിൽ, നിങ്ങൾക്കത് സക്സസ് തരുന്ന എലമെൻറ്റ്സ് ആണെങ്കിൽ അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. സോ 6ാമത്തെ കാര്യം പറഞ്ഞത് പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് ഓൺ ദ ഡേ ഓഫ് എക്സിബിഷൻ. എക്സിബിഷൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇനി 7ാമത്തെ ദിവസം ഫോളോ അപ്പ്. കാരണം എക്സിബിഷൻ ദിവസം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ബിസിനസ് കാർഡ് ചോദിക്കും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പെയിൻറ്റിങ് ഞാൻ കുറച്ച് കാലം കഴിയുമ്പോൾ വാങ്ങാം, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വർക്ക് എനിക്ക് ചെയ്തു തരുമോ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അത്തരത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് ഗ്രാബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വന്നു പോയ ആൾക്കാർ, ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് തന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് പിന്നീട് മറന്നു പോകും. അപ്പോൾ അതെങ്ങനെയാണ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നു, ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനി നടത്തുന്ന ഒരാൾ വന്നു. അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയാണ് നടത്തുന്നത്. സോ നിങ്ങളുടെ പെയിൻറ്റിങ്സൊക്കെ എനിക്ക് ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ. ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോൾ റിക്വയർമെൻറ്റ് വന്നേക്കാം. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പെയിൻറ്റിങ്സ് എനിക്ക് ആവശ്യം വന്നേക്കാം. സോ നിങ്ങളുടെ ബിസിനസ് കാർഡ് എനിക്ക് തരുമോ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബിസിനസ് കാർഡ് എടുത്ത് കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്യുക. ജസ്റ്റ് വാട്സപ്പിൽ ഒരു സെൽഫി എടുത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മറ്റുണ്ടാക്കി ആ ഗ്രൂപ്പിലോട്ടൊന്ന് പോസ്റ്റ് ചെയ്തേക്കുക. എന്നിട്ട് എക്സിബിഷൻ കഴിഞ്ഞ് നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്കുക. സാർ, എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, അന്നൊരു എക്സിബിഷന് കാണാൻ വന്നത് ഇതാണ് ഗ്രൂപ്പ്, ഇത് നമ്മൾ അന്നെടുത്തൊരു സെൽഫിയാണ്. അന്ന് സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, സാറിൻ്റെ ഇൻറ്റീരിയർ കമ്പനിക്ക് വേണ്ടിയിട്ട് കുറച്ച് പെയിൻറ്റിങ്സ് വേണമെന്ന്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ആ റിക്വയർമെൻറ്റ് സാറിനുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും ഒരു നോട്ട്ബുക്കിലോ മറ്റോ ലിസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിബിഷൻ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്, കൂടുതൽ സക്സസ് എക്സിബിഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത 1, 2, 3 മാസത്തിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, എക്സിബിഷൻ്റെ ഹാളിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നു, എക്സിബിഷൻ എൻഡ് ചെയ്യുന്നു. അവിടെ വെച്ച് ഇത് തീരുന്നില്ല. അടുത്തൊരു 2, 3 മാസം ഇതിൻ്റെ ഫോളോ അപ്പും കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ മാത്രമേ എക്സിബിഷൻ്റെ ഫുൾ സക്സസ് നമുക്ക്, അതിൻ്റെ ഫുൾ ബെനിഫിറ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ. കൂടാതെ നിങ്ങൾ ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാലം മാറി, എല്ലാവരും സ്മാർട്ട് ഫോൺ പിടിച്ചിരിക്കുകയാണ്, എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, റീൽസ് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ എക്സിബിഷൻ്റെ പ്ലാനിങ് മുതലുള്ള സമയങ്ങൾ ഓരോ അപ്ഡേറ്റ് ആയിട്ട് എക്സിബിഷൻ്റെ ദിവസത്തെ കാര്യങ്ങൾ വരെ ആ എക്സിബിഷൻ കാണാൻ വരുന്നവരുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഓരോ പെയിൻറ്റിങ്സിൻ്റെ നല്ല നല്ല വീഡിയോസ്, നിങ്ങളുടെ നല്ല നല്ല ഫോട്ടോസൊക്കെ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വെച്ചിട്ടോ നല്ല ഫോട്ടോഗ്രാഫീസിനെ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആർട്ടിസ്റ്റ് കരിയർ ബെറ്റർ ആക്കാനായിട്ട്, അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, പ്രൊമോഷൻ മെറ്റീരിയൽസ് ആയിട്ട് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ടോട്ടൽ ഇപ്പോൾ 7 പോയിൻറ്റ്സാണ്, 7 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. ഈ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാൻ ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ ആദ്യം പറഞ്ഞത് നല്ലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട്, ഒരു സക്സസ്ഫുൾ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ആദ്യം നല്ലൊരു വെന്യൂ സെലക്ട് ചെയ്യുക. വെന്യൂ, ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്യുക, നല്ലൊരു തീം സെലക്ട് ചെയ്യുക. അപ്പം അതിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ്, കൃത്യമായിട്ട് ചിലവാക്കുന്ന ഓരോ പൈസയും വരുന്ന ഓരോ ഇൻകം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുക. 4ാമത്തെ പോയിന്റ് പറഞ്ഞത്. അതിനുശേഷം 5ാമത്തെ പോയിന്റ് പറഞ്ഞത് നല്ല ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അതിനുശേഷം 6ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ്, വളരെ പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ഓരോ ഡിസിഷൻ എടുക്കുക, ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. 7ാമത്തെ കാര്യം പറഞ്ഞത് ഫോളോ അപ്പ്, കൃത്യമായിട്ട് എക്സിബിഷന് വരുന്നവരെ, നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ അടുത്ത് വാഗ്ദാനം ചെയ്യുന്നവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അവസാനത്തെ പോയിന്റ്
നിങ്ങളിതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, 2 തരത്തിൽ ഡോപ്പമൈൻ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യും. ഡോപ്പമൈൻ എന്താണ്? ഡോപ്പമൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോപ്പമൈൻ ഒരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന വഴി നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഡോപ്പമൈൻ, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഡോപ്പമൈൻസ്, ഇപ്പോൾ നമുക്ക് റീല് കാണുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷനോ സാറ്റിസ്ഫാക്ഷനോ സന്തോഷമൊക്കെ, അത് നമ്മളെ ലോങ് ടൈമിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ഗോളിൽ നിന്നും കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് എക്സിബിഷനിൽ വരുന്ന ഓരോരുത്തരും നമുക്ക് തരുന്ന പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും എക്സിബിഷൻ നേരിട്ട് ഓരോരുത്തർ നിങ്ങൾ പോസിറ്റീവായിട്ട് ഫീഡ്ബാക്ക് തരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതെല്ലാം നിങ്ങളെന്ന ആർട്ടിസ്റ്റിന്, നിങ്ങളെന്ന വ്യക്തിക്ക് അതെല്ലാം എക്സ്റ്റേണൽ ഡോപ്പമൈനാണ്. എക്സ്റ്റേണൽ ഡോപ്പമൈൻ. എക്സ്റ്റേണൽ ഡോപ്പമൈൻ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹാംഫുൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മൾ അകറ്റി നിർത്താൻ, പെട്ടെന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട്, പെട്ടെന്നൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് എക്സ്റ്റേണൽ ഡോപ്പമൈൻ നമ്മളെ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കിട്ടുന്ന ലൈക്കുകൾ, പെട്ടെന്ന് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ നമ്മളെ അഹങ്കാരിയാക്കാനോ നമ്മളെ മടിയനാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം ചെയ്യുന്ന സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, യു ഫോക്കസ് ഓൺ യുവർ ഇൻറ്റേർണൽ ഡോപ്പമൈൻ. ഇൻറ്റേർണൽ ഡോപ്പമൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇൻറ്റേർണൽ ഡോപ്പമൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് എക്സിബിഷൻ ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ഷോർട്ട് ടൈമിൽ കിട്ടുന്ന അപ്രിസിയേഷൻ, നമുക്ക് കിട്ടുന്ന ലൈക്കുകൾ, കമൻ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് എന്തിനാണ് ശരിക്കും നമ്മൾ ഈ എക്സിബിഷൻ ചെയ്യുന്നത്? ഒന്ന് ലോങ് ടൈമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ എക്സിബിഷൻ ചെയ്യുന്ന പ്രോസസ്സിലൂടെ ആസ് എ പേഴ്സൺ നമുക്ക് നല്ല ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നു. ലോങ് ടൈമിൽ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്കിൽസ് കൂടുന്നു. എക്സിബിഷനിൽ ഓരോരുത്തരും പെയിൻറ്റിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആർട്ട് വർക്ക്സിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത്, നമ്മളടുത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആവുന്നു. ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിബിഷൻ്റെ കോർഡിനേഷൻ സ്കിൽസ് ബെറ്റർ ആവുന്നു. മറ്റുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത്, മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റ്വർക്കിംഗ് സ്കില്ല് ബെറ്റർ ആവുന്നു. അപ്പോൾ ഒരു എക്സിബിഷനിലൂടെ എക്സ്റ്റേണൽ ഡോപ്പമൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ട കാര്യം ഇൻറ്റേർണൽ ഡോപ്പമൈൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടുന്ന നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ ക്യാരക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്. ഓരോ എക്സിബിഷനും പൈസ, ഫെയിം, കിട്ടുന്ന ലൈക്ക്, കമൻറ്റ്, ഇതിനെല്ലാത്തിലപ്പുറം നമുക്ക് കിട്ടേണ്ടത് നമ്മളെന്ന ആർട്ടിസ്റ്റിൻ്റെ വളർച്ചയാണ്. നമ്മുടെ സ്കില്ലിലും നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ മൈൻഡ് സെറ്റിലും നമുക്ക് കിട്ടേണ്ട വളർച്ചയാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സോ ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാതെ ഡെപ്തിലോട്ട്, നമ്മളെന്ന ആർട്ടിസ്റ്റിനെ റൂട്ടിലോട്ട് പിടിച്ച് നിർത്തുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞൊരു കഥയിലോട്ട് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ പൂന്തോട്ടത്തിൽ നല്ല പൂക്കൾ ഉണ്ടാവാൻ കാരണം ആ മുട്ടക്കുന്നിലെ മണ്ണ് നമ്മൾ ഇളക്കി മറിച്ച് അത് നല്ല വളമിട്ട് നല്ല വെള്ളമൊഴിച്ച് നല്ല സൂര്യപ്രകാശം കിട്ടി ആ ചെടി വളർന്നത് കൊണ്ട് മാത്രമാണ്. സോ നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ പഠിക്കാൻ, നല്ല കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല ആളുകളുമായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അതുവഴി നമ്മുടെ ആർട്ടിസ്റ്റ് കരിയർ വളരെ സക്സസ്ഫുൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഭാവിയിൽ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന എല്ലാ ഫ്യൂച്ചർ ആർട്ടിസ്റ്റുകൾക്കും എല്ലാവിധ ആശംസകളും. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇമോഷണലി ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെയധികം ലോജിക്കലി കൂടി നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് നല്ല ഒരു എക്സിബിഷൻ, സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സിബിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനി മറ്റൊരു ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട്, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.